ബാലചിത്രനെ കാണാൻ വേണ്ടി സ്റ്റാൻഡിൽ പാലിയിലേക്ക് വരികയാണ്. വന്നിട്ട് ഹോട്ടലിലെത്തിയിട്ട് റൂം ബുക്ക് ചെയ്തിട്ട് ബാലചിത്രനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വൈജിയെ കല്യാണം കഴിക്കാനുണ്ടായ സാഹചര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് വൈജിയെ കിട്ടിയത് ഏത് സാഹചര്യത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് സ്റ്റാൻലിക്കാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നു. പക്ഷേ എന്നെ ചതിച്ചവരോടൊന്നും ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല. എന്നാൽ ഒരാളെ മാത്രം ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് വൈജയന്തിയാണ്. അവൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു ആയുധമാണ് അലീന. ഞാൻ നീലഗിരിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വരുമ്പോഴാണ് നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ വെടിവെച്ച് കൊന്നിട്ടുണ്ടാവും. നിങ്ങളെയും വൈജയന്തിയെയും അലീനയെയും. പക്ഷേ എനിക്കൊരു അറ്റാക്ക് വന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡായിപ്പോയി. ഒരുപാട് ദിവസം റെസ്റ്റും ഹോസ്പിറ്റലിലുമായി വീട്ടിലുമായി അങ്ങനെ ദിവസങ്ങൾ പോയി. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ അങ്ങനെ അലീനയെ ഞാൻ എൻ്റെ മകളെ പോലെ സ്നേഹിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവർദ്ധൻ വരികയാണ്. ഗോവർദ്ധൻ വന്നിട്ട് ഹോട്ടലിൻ്റെ പുറത്ത് നിന്നിട്ട് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ബാലേട്ടനെ എവിടെയാണ്, ഒന്ന് പുറത്ത് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പുറത്ത് വന്നിട്ട് ഇവിടെ എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്. അപ്പോൾ പറയുന്നുണ്ട്, സ്റ്റാൻലി വന്നിട്ടുണ്ട്, അലീനയെ കാണണം എന്നാണ് പറയണത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അയാൾ കാണുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എന്നെക്കാൾ സ്നേഹം അയാൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ മോളെ വിട്ടുകൊടുക്കും. ഇല്ല പറഞ്ഞാൽ എൻ്റെ മകളായി തന്നെ എൻ്റെ വീട്ടിൽ അവൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് ബാലേട്ടനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും വന്നതല്ലേ സ്റ്റാൻലി, അവളെ കണ്ടിട്ട് പോട്ടെ, അയാൾ കണ്ട് ബോധ്യപ്പെടട്ടെ, അയാൾക്ക് വിശ്വാസമില്ല എന്നല്ലേ പറയുന്നത്, അപ്പോൾ കണ്ട് ബോധ്യപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അലീന രോഹിത്ത് കോളേജിലേക്ക് പോകുമ്പോൾ യാത്രയാക്കുന്നുണ്ട്. കൃഷ്ണയെയും ബബിതയെയും യാത്രയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞതും ബാലചന്ദ്രൻ്റെ അടുത്ത് ചായ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ചായ കുടിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഒന്ന് പുറത്ത് പോകണം, അച്ഛൻ പോകുമ്പോൾ ഞാൻ പുറത്ത് വരാമെന്ന് വെച്ചിട്ടാണ്, ഇല്ല പറഞ്ഞാൽ ഞാൻ തനിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു ഓർഫനേജിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ച് കൊടുക്കാണ്ട് ഞാൻ എപ്പോഴും കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ കൊടുക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ ഇന്ന് പോയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമുക്ക് നാളെ ഒരുമിച്ചിട്ട് പോകാം, എനിക്കും ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. നീ പോയി കഴിഞ്ഞാൽ നീ കൊടുക്കുന്ന പോലുള്ള എല്ലാ സാധനങ്ങളും ഞാനും അവിടെ കൊണ്ട് കൊടുക്കാം, എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അത് കേട്ടത് മലിനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ ഒരുപാട് മാറിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടെ അങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമൃതക്കുട്ടി സ്റ്റാൻലിയെ വിളിക്കുന്നുണ്ട്, നീ വീട്ടിലില്ലല്ലോ, നീ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാലയിലേക്ക് വന്നാണ് ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട്, ഞാൻ അയാളെക്കുറിച്ച് അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാണ് അങ്ങോട്ട് പോയത്, അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നീ വിശ്വസിക്കാൻ പോയത്, അതൊക്കെ വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ ഒരാൾ വെറുതെ പറഞ്ഞിട്ട് പോയാലും നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ, ആഗ്രയിൽ നിന്ന് വൈജ് വരുമ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾക്കറിയാലോ, അപ്പോൾ അത് ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാലയിലേക്ക് വന്നത്, അത് അറിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ അപ്പച്ച എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലി ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്, എനിക്ക് താങ്കളെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നാൽ അത് ഒരുപാട് പ്രശ്നമാവില്ലേ, നേരിട്ട് അലീനയെ കാണുക അതൊരു ശരിയായ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താണ് അവിടെ വന്നാൽ പറയുക, ആരാണെന്നാ പറയുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻ്റ് ആണെന്ന് മാത്രം പറയാം, ഇവിടെ വന്നിട്ട് ബാക്കി തീരുമാനിക്കും, നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാണ്. ബാലചന്ദ്രനാണെങ്കിൽ അലീന പോകുന്ന വിഷമം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.